ശിവപ്രസാദ്, മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകൾക്ക് CJP-യിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? ഇപ്പോൾ നോക്കൂ, പൊതുവേ ഈ പുതിയ വിദ്യാർത്ഥി സമൂഹത്തെ അവർ അരാഷ്ട്രീയവാദികളാണ്, അതല്ലെങ്കിൽ മാക്രോ പൊളിറ്റിക്സിൽ താല്പര്യമില്ലാത്തവരാണ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു, വിളിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ഞാൻ തന്നെ അറിയുന്ന കുട്ടികൾ വരെ ടിക്കറ്റ് എടുക്കാൻ പണമുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്യണമെന്ന് പറയുന്ന അനുഭവമാണുള്ളത്. നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് BJP പ്രതിനിധി വളരെ ആവേശത്തോടുകൂടി SFI ആക്രമിക്കാൻ വേണ്ടി വാദം പറയുമ്പോൾ ഞാൻ ബലമായി വിശ്വസിക്കുന്ന അദ്ദേഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പബ്ലിക് TVയും ഗോസ്വാമിമാരുടെ റിപ്പബ്ലിക് TVയും പിന്നെ BJPയുടെ വാഴ്ത്തുപാട്ടുകൾ മാത്രം വരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുമായിരിക്കാം. മെയ് മാസം 3-ാം തീയതി രാജ്യത്ത് നീറ്റ് പരീക്ഷ അട്ടിമറിക്കപ്പെട്ട ശേഷം അഭിലാഷ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനാണ്, കേരളത്തിലെയും രാജ്യത്തെയും വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളാണ്. രാജ്യവ്യാപകമായി SFI നടത്തിയ പ്രക്ഷോഭങ്ങൾ എത്രമാത്രമാണെന്ന് രാജ്യത്തെ സാമൂഹ്യ പ്രവർത്തകർക്ക് മാധ്യമപ്രവർത്തകർക്ക് എല്ലാം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. രാജ്യത്ത് 20 സംസ്ഥാനങ്ങളിലാണ് SFI ഇതുയർത്തി സമരം നടത്തി. രാജ്യത്ത് SFI ഏറ്റവും വലിയ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ സംവിധാനമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ രാജ്യത്തെ ഒട്ടുമിക്ക സർവകലാശാലകളിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും SFIക്ക് യൂണിറ്റുകളുണ്ട്. 20-ലധികം വരുന്ന സംസ്ഥാനങ്ങളാണ് SFI ഇതിന് നേതൃത്വം സമരം നടത്തിയത്. പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന കേന്ദ്രങ്ങൾ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി SFI സഖാക്കൾ ഇന്നും ജയിലിലാണ്. ബീഹാർ നിങ്ങളുടെ ഒരു ഹാർട്ട്ലാൻഡായി നിങ്ങൾ പറയുന്ന സ്ഥലമാണല്ലോ. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ 1 മാസത്തിന് മുകളിലായി അവിടെ സമരം നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ നിന്നും റിമാൻഡിൽ കഴിയുകയാണ്. ഞങ്ങൾ നടത്തിയ സമരം രാജ്യത്തെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്, വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ട്, നാടാകെ കാണുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും പകൽ സമയം മാധ്യമങ്ങൾ കണ്ട ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് SFI സമരം ഇന്ന് രാജ്യത്തും സംസ്ഥാനത്തും ആകെ പുരോഗമിച്ചതെന്ന്. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ ദിവസങ്ങളോളം നിരാഹാരം കിടന്ന വാർത്തയും നമ്മുടെ രാജ്യത്തുണ്ട്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അല്ലെങ്കിൽ എഴുത്തു മാധ്യമങ്ങൾ പലരും ആ സംഭാവനയെ തമസ്കരിക്കുന്നുള്ളത് നാം പ്രത്യേകം കാണേണ്ട കാര്യമാണ്. CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, കേരളത്തിലെയും രാജ്യത്തുമുള്ള ഇടതുപക്ഷ MP-മാർ, ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ബൃന്ദാക്കാരാട്ട് ഉടക്കമുള്ളവർ ജന്തർ മന്ദിറിലേക്ക് പോയി അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിയ പിന്തുണ എത്രത്തോളമാണെന്ന് അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾ സംസാരിച്ചാൽ അവർ പറയുന്നതാണ്. ഞാൻ പ്രശസ്തമായൊരു മാധ്യമപ്രവർത്തകരുടെ നിരീക്ഷണം ഞാൻ കണ്ടത്, നിങ്ങൾ ജന്തർ മന്ദിറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സോനം വാങ്ചുക്കിനെയും അഭിജിത്തിനെയും മാത്രമല്ല, അവിടെ ആശയപ്രബുദ്ധമായ ഒരു ശക്തമായ ഇടതുപക്ഷത്തെ കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തക നിരീക്ഷണമാണ്. അപ്പോൾ ഇടതുപക്ഷം നിർവഹിക്കുന്ന പങ്ക് ഇടതുപക്ഷം എല്ലാ കാലത്തും രാജ്യത്ത് നിർവഹിക്കുന്നുണ്ട്, അത് തുടർന്നു വരികയാണ്. ഇവിടെ നിങ്ങൾ CJP സമരത്തെ എങ്ങനെയാണ് കണ്ടത്? CJP സമരത്തെ നിങ്ങൾ കാണേണ്ടത് രാജ്യത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിൽക്കുന്ന, രാജ്യത്തെ പുതുതലമുറയ്ക്കിടയിൽ നിലനിൽക്കുന്ന വലിയ അസംതൃപ്തിയുടെ പ്രതിഫലനമായിട്ടാണ്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു രാജ്യത്തെ മനുഷ്യർ എങ്ങനെയാണ് ബന്ധിക്കപ്പെടുന്നത്? അതൊരു വിശ്വാസ്യതയിലാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് നമ്മളെല്ലാവരും പറയുമ്പോൾ ഇന്ത്യയെ നാം എങ്ങനെ വിശ്വസിക്കുന്നു? ഇന്ത്യ എന്ന രാജ്യം നമ്മളെ മുറുകെ പിടിക്കുമ്പോഴാണ്. ഇന്ത്യയുടെ ഭരണഘടന ലിഖിതമായൊരു പുസ്തകത്തിൽ ഇരിക്കുമ്പോഴല്ല, ആ ഭരണഘടനയുടെ ആപ്തവാക്യം രാജ്യത്ത് നടപ്പിലാക്കപ്പെടുമ്പോഴാണ് ഭരണഘടന പ്രസക്തമാക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന എല്ലാ ആശയങ്ങളെയും ഇവർ അട്ടിമറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അട്ടിമറിക്കെതിരായ ശക്തമായ പ്രതിരോധമാണ് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക്. അത് ഞങ്ങളുണ്ട് സാർ, നിങ്ങൾ നോക്ക്, ഞങ്ങളുണ്ട്. അതിൽ ഈ കേരളത്തിലെയും രാജ്യത്തെയും മുഴുവൻ വിദ്യാർത്ഥികളുമുണ്ട്. അതിൽ SFIക്കാരുണ്ട്, രാജ്യത്തെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്, മറ്റൊട്ടനേകം വരുന്ന എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു ഐതിഹാസികമായ സമരമാണ്. അതിൽ ഓരോരുത്തരെ അടർത്തി മാറ്റി നിങ്ങൾ പ്രത്യേകമായി അവതരിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കാമെന്നുള്ള തന്ത്രം ഈ കാര്യത്തിൽ വിലപ്പോവില്ല. അങ്ങ് അത്രയും കൂട്ടിയാൽ ശരി.